മലക്കുകൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിർത്തുമോ? ഈ ആയത്ത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുജൂദ് തിലാവ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തു അറാഫ് 206-ാമത്തെ വചനമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. നിശ്ചയമായും നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളവർ അവനെ ആരാധിക്കുന്നതിനെ കുറിച്ച് അവർ അഹംഭാവം നടിക്കുകയില്ല. അവർ അവന് തസ്ബീഹ് സ്തോത്ര കീർത്തനം നടത്തുകയും അവന് സുജൂദ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും ചെയ്യുന്നു. ഈ വചനം ഓതിയ ഉടനെ ഒരു സുജൂദ് ചെയ്യേണ്ടതാകുന്നു. ഓത്തിന്റെ സുജൂദ് നിയമിക്കപ്പെട്ടിട്ടുള്ള സൂക്തങ്ങളിൽ ഒന്നാമത്തേതാണ് ഈ വചനം. ഭയഭക്തിയോടും അച്ചടക്കത്തോടും കൂടി അള്ളാഹുവിനെ സ്മരിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് ആ വിഷയത്തിൽ മലക്കുകളുടെ സ്ഥിതി എന്താണെന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടി. അതായത് അഹംഭാവമില്ലാതെ ഭക്തിവിനയത്തോടുകൂടി അവർ അവന് സദാ തസ്ബീഹ്, സുജൂദ് മുതലായ ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. മനുഷ്യരും അവരെ പോലെ അള്ളാഹുവിനെ പറ്റി അശ്രദ്ധരാകാതെ ഭക്തിവിനയമുള്ളവരായി കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഉണർത്തുകയാണ് മലക്കുകളെ സംബന്ധിച്ച് ഈ പ്രശംസയുടെ താല്പര്യം. ജസാക്കല്ലാഹ് ഖൈർ.